കോൺഗ്രസ് ആയിരിക്കുന്നതും കോൺഗ്രസിലായിരിക്കുന്നതും രണ്ടാണെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കോൺഗ്രസ് ഗംഗാ നദിയെ പോലെയാണ്. അതിൻ്റെ കൈവഴികളിൽ ചിലപ്പോൾ വരളും, ചിലപ്പോൾ മലിനമാകും. ഈ ഉപമയെല്ലാം ശശി തരൂർ MP-യുടെ നിലവിലെ പോക്കിനെ വിശേഷിപ്പിക്കാനായാണ് ജയറാം രമേശ് എടുത്തുപയോഗിച്ചത്. ചുരുക്കത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടെന്നേ ഉള്ളൂ. കോൺഗ്രസ് അല്ല എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. മോദി സ്തുതി, കേന്ദ്ര സർക്കാർ നയങ്ങളെ പുകഴ്ത്തൽ തുടങ്ങി ശശി തരൂർ MP കോൺഗ്രസിന് സമീപകാലത്തുണ്ടാക്കിയ പൊല്ലാപ്പുകൾ ചെറുതല്ല. പെഹൽഗാമിൽ ഇന്റലിജൻസ് വീഴ്ച എന്ന കോൺഗ്രസ് നിലപാട് തരൂർ പാടെ തള്ളി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കാണുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും BJP-യുടെയും വക്താവെന്ന പോലെ നിലപാട് പറയുന്ന തരൂരിനെയാണ്. എല്ലാത്തിനും തരൂരിന് ന്യായമുണ്ട്. പറയുന്നത് പാർട്ടിയുടെ അഭിപ്രായമായി കൂട്ടണ്ട, സ്വന്തം സ്വതന്ത്രാഭിപ്രായമായി എടുത്താൽ മതി എന്ന്. പാകിസ്ഥാനുമായുള്ള സംഘർഷം സംബന്ധിച്ച വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ നിലപാട് വിശദീകരിക്കാൻ പോകുന്ന സർവകക്ഷി സംഘങ്ങളിൽ ഒന്നിൻ്റെ തലവനാകാൻ കേന്ദ്ര സർക്കാർ തരൂരിനെ ക്ഷണിച്ചു. പാർട്ടി സമ്മതം ഒന്നും തേടാതെ, പാർട്ടിയുടെ ഒരു അഭിപ്രായം പോലും ചോദിക്കാതെ തരൂർ കേന്ദ്രത്തിന് കൈകൊടുത്തു. മല്ലികാർജ്ജുൻ ഖാർഗെയെയും രാഹുൽ ഗാന്ധിയെയും ഹൈക്കമാൻഡിനെയും പാടെ തള്ളുന്ന നിലപാട് ചോദ്യം ചെയ്യപ്പെട്ടിട്ടും തരൂർ പിന്നോട്ടില്ല. ഒരു കുലുക്കവുമില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസിനേക്കാൾ വലുതായെന്ന് സ്വയം തോന്നിത്തുടങ്ങിയോ ശശി തരൂരിന്? വിശ്വപൗരൻ പ്രതിച്ഛായ പാർട്ടിയെ മറികടക്കാനുള്ള ആയുധമാക്കുകയാണോ തരൂർ? പാർട്ടിയോട് ഇടഞ്ഞ് പുറത്തു പോകാൻ വഴി തേടുകയാണോ തിരുവനന്തപുരം MP? ഇന്ത്യ പാക് വിഷയത്തിലെ നിലപാടുകൾക്കും ഏറെ മുന്നേ തന്നെ തരൂർ ലക്ഷ്മണരേഖ കടന്നു എന്ന് വിലയിരുത്തിയതാണ് കോൺഗ്രസ്. ഇനി എങ്ങനെയാകും അവർ തരൂരിനെ കൈകാര്യം ചെയ്യുക? ആദ്യം കാണാം RDX റാം. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ രാജ്യത്തിന് പിന്തുണ തേടി വിദേശത്തേക്ക് യാത്ര തിരിക്കാനിരിക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ ശശി തരൂർ തലവനായത് അദ്ദേഹത്തിന്റെ പാർട്ടിയെ അറിയിക്കാതെയായിരുന്നു. ഇതിലാണിപ്പോൾ നേതൃത്വത്തിൽ അമർഷം പുകയുന്നത്. പ്രതിനിധി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നേരിട്ട് തരൂരിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഹൈക്കമാൻഡിനോട് ചോദിക്കാതെ തരൂർ സമ്മതം മൂളുകയായിരുന്നു. മറ്റ് ചില MP-മാരെയും കേന്ദ്രം നേരിട്ട് ബന്ധപ്പെട്ടെങ്കിലും അവരെല്ലാം പാർട്ടിയോട് ആലോചിച്ച ശേഷം അറിയിക്കാമെന്നാണ് നിലപാടെടുത്തത്. പ്രവർത്തക സമിതി അംഗം കൂടിയായ തരൂരിന്റെ നീക്കം കോൺഗ്രസിനെ ആകെ വെട്ടിലാക്കി. തരൂരിനെ പാർട്ടിക്കൊപ്പം നിർത്താൻ കർശന ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് KPCC ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്നത്. തരൂരിന്റെ പാർട്ടി പദവികൾ തിരിച്ചെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. സാഹചര്യം പരിഗണിച്ച് തരൂരടക്കം കേന്ദ്രം തിരഞ്ഞെടുത്ത MP-മാരെല്ലാം പ്രതിനിധി സംഘത്തിൽ തുടരട്ടെ എന്നാണ് കോൺഗ്രസ് നിലപാട്. RDX റാപ്പ് ന്യൂസ് മലയാളം. തൽക്കാലം സനീഷ, നമ്മൾ ഡാറ്റ ഷീറ്റിലേക്ക് പോകുന്നില്ല. എന്തായാലും ഈ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒരു നയതന്ത്ര യുദ്ധം പ്രഖ്യാപിച്ചിട്ടൊരു അതിന് സൈനികരെ അങ്ങ് ഇറക്കി വിടുകയാണ്. രാഷ്ട്രീയക്കാരുണ്ട്, അവർ മറ്റു പലതരത്തിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന മന്ത്രിമാരൊക്കെയുണ്ട്. അങ്ങനെ പലരെയും മാധ്യമപ്രവർത്തകരുണ്ട്, ഇവരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ആ സംഘത്തിൽ. അപ്പോൾ ഇതിൽ ശശി തരൂരിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഏറ്റവും കൗതുകകരമായി എനിക്ക് തോന്നിയത്, അതിനെ എതിർത്തപ്പോൾ, കോൺഗ്രസ് എതിർത്തപ്പോൾ ശശി തരൂർ പറഞ്ഞത് എന്നെ അങ്ങനെ അപമാനിക്കാൻ പറ്റില്ല, എൻ്റെ മൂല്യം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിലെ നിലപാടിനോട് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്താണ് സനീഷ് തോന്നുന്നത്? ഇതിപ്പോൾ ഈ ഡെലിഗേഷനിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ ഇപ്പം ഞാൻ ശശി തരൂരിനെതിരും കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമാണ്. ഈ ഡെലിഗേഷൻ പങ്കാളിത്തം എന്നുള്ളത് ചെറിയ കാര്യമേ അല്ല. കാരണം നമ്മളിപ്പോൾ ഈ ലോകരാഷ്ട്രീയം തന്നെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നിൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകൾ പുറത്തേക്ക് പല രാജ്യങ്ങളിലേക്കും പോവുകയാണ്. പോയ ആളുകളായിരിക്കില്ല തിരിച്ചു വരിക. ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ജോൺ ബിട്ട, CT മുഹമ്മദ് ബഷീർ, കനിമൊഴി, ശശി തരൂർ എന്ന് വന്ന് പങ്കാളികളായിരിക്കും വരുന്ന ആളുകൾക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂർ, പെഹൽഗാം ഈ രാഷ്ട്രീയ വിഷയത്തിൽ, ഈ ചരിത്ര വിഷയത്തിന് ഒരു പവർ വരും, ഒരു പ്രത്യേകമായ അധികാരം കൈവരും. ആ അധികാരം പാർട്ടികൾക്ക് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള അധികാരം കൂടെയാണ്. ഇപ്പോൾ CPM-ൻ്റെ ഉപയോഗിക്കാവുന്ന അധികാരമാണ് ജോൺ ബിട്ടാസ് വഴി ഇങ്ങനെ ഉണ്ടായി വരിക. BJP ഇവരെല്ലാം ഉപയോഗിക്കുന്നതിന് മറ്റ് രാഷ്ട്രീയ കാരണങ്ങളുണ്ടെങ്കിൽ അതിന് പോയിട്ട് എതിർപ്പുണ്ടായിരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും CPM അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ വന്നുകൊള്ളാം എന്ന് ജോൺ ബിട്ടാസ് പറയുന്നതിന് കാരണം, അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന ജോൺ ബിട്ടാസിന് ഈ കാര്യത്തിൽ നാട്ടുകാരോട് സംസാരിക്കുന്ന രാഷ്ട്രീയമായുള്ള കരുത്ത് കൂടുതലുണ്ടാവും. ആ കരുത്ത് CPM-ൻ്റെ രാഷ്ട്രീയ കരുത്തായിരിക്കും. ആ കരുത്ത് കോൺഗ്രസിൻ്റെ കരുത്താകണം ശശി തരൂർ വരുമ്പോൾ. പക്ഷേ ശശി തരൂർ സ്വന്തം നിലക്ക് എൻ്റെ മൂല്യം എനിക്കറിയാം, ഞാൻ കോൺഗ്രസിനേക്കാൾ മൂല്യവത്തായ ഒരാളാണ് എന്ന് പറയുന്നിടത്ത് അയാൾ രാഷ്ട്രീയ നേതാവ് നിലക്ക് തകർന്നു കഴിഞ്ഞു. അങ്ങനെ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിരിക്കെ കോൺഗ്രസിനോട് സമ്മതം ചോദിക്കാതെ ഞാനങ്ങ് പോകാം എന്ന തീരുമാനം എടുക്കുക? അദ്ദേഹം അങ്ങനെ കോൺഗ്രസിൽ നിന്ന് വേറിട്ട് നിന്നാൽ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ അസ്തിത്വമാണ് ശശി തരൂർ ഉണ്ടാവുക? അയാൾ വലിയ ആളായിരിക്കാം അദ്ദേഹം, പക്ഷേ ആ നിലക്ക് അദ്ദേഹം ആലോചിക്കേണ്ടതായിരുന്നു, അതുണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഒരു കാര്യമുണ്ടല്ലോ, ഈ പെഹൽഗാം അടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ
നരേന്ദ്രമോദിക്ക് അനുകൂലമായ നിലപാട് പലപ്പോഴായിട്ട് ഇദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയെ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എങ്കിൽ അപ്പോഴെല്ലാം നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന നിലപാടുമായിട്ട് വന്നയാളാണ് ഇദ്ദേഹം പോയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ നിലപാടല്ല പറയുക, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയല്ല സംസാരിക്കുക, ഈ സർക്കാരിന് വേണ്ടിയാണ് സംസാരിക്കുക എന്നിരിക്കെ എന്തിന് കോൺഗ്രസ് അദ്ദേഹത്തെ പറഞ്ഞയക്കണം? കോൺഗ്രസിൻ്റെ നേതാക്കൾ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന, കോൺഗ്രസ് നിലപാട് അവിടെ പോയി പറയുന്ന, അവിടുന്ന് തിരിച്ചു കിട്ടുന്ന അധികാരവുമായിട്ട് വന്ന് നാട്ടുകാർക്കിടയിൽ സംസാരിക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന നേതാക്കളായിരിക്കണം എന്ന കാര്യം ഉറപ്പല്ലേ? ശശി തരൂർ പക്ഷേ കോൺഗ്രസിന് വേണ്ടിയല്ല, നരേന്ദ്രമോദി സ്തുതിയാണ് അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ അദ്ദേഹം BJP-യിൽ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ BJP-ക്ക് പുറത്ത് നിന്നുകൊണ്ട് എൻ്റെ മൂല്യം വളരെ വലുതാണ് എന്ന് പറഞ്ഞ് എന്തോ ഒരു പദവി ഉണ്ടാക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തിന് BJP-യിലേക്ക് അങ്ങനെയൊന്നും പോകാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഇതുവരെ നടത്തിയിരിക്കുന്ന ഹിന്ദുത്വ അല്ലെങ്കിൽ സംഘപരിവാർ വിമർശനങ്ങൾ എന്ന് പറയുന്നത് അത്ര സൂക്ഷ്മമാണ്, അത്ര പഠിച്ച് അദ്ദേഹത്തെ അങ്ങനെ പോയിട്ടുണ്ട്, പല ആളുകളും പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അങ്ങനെ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ചില സാധ്യതകൾ വേറെ തെളിയുന്നുണ്ട്. കാരണം അദ്ദേഹം BJP-യിൽ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ BJP-യിലേക്ക് പോവില്ല. പക്ഷേ BJP-യിലേക്ക് പോവാതെ തന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും പുതിയ സ്ഥാനലബ്ധി ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആ നിലയ്ക്ക് ഒരു പുതിയ സ്ഥാനലബ്ധി അദ്ദേഹത്തിന് ഉണ്ടായാൽ ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രമുഖ സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതുവരെ പയറ്റിയ ഈ പ്രാദേശിക രാഷ്ട്രീയം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൽ പൂർണ്ണമായും തരൂരിനെ ഞാനങ്ങ് തള്ളിക്കളയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും അബീൻ വർക്കിയും ഒരുമിച്ച് മത്സരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയൊക്കെ ജയിച്ചു, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുന്നുണ്ടെങ്കിൽ അടുത്ത ആളെ വൈസ് പ്രസിഡന്റ് ആക്കി വെക്കും. ഇവിടെ ദേശീയ നേതൃത്വത്തിൽ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിക്കുന്നു. ജയിച്ചു വരുമ്പോൾ അദ്ദേഹം പ്രവർത്തക സമിതിയിൽ ഉണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഇരിക്കാൻ ഒരു കസേര മര്യാദയ്ക്ക് അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല എന്ന അവസ്ഥയിലുള്ള അവഗണന അദ്ദേഹം അതിനകത്ത് നേരിടുന്നു. കോൺഗ്രസ് കൂടി കരുതണം. ഈ വിശ്വഭവൻ ആയിട്ട് തന്നെ അദ്ദേഹത്തെ കോൺഗ്രസിനൊപ്പം കൂട്ടി അങ്ങനെ കൊണ്ടുപോകണമോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനും ഒരു വ്യക്തത കുറവുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസ് ആ മട്ടിൽ, കാരണം കോൺഗ്രസ് എഴുതി കൊടുത്ത 4 പേരിൽ ശശി തരൂർ ഇല്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് കോൺഗ്രസ് സനീഷ് ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു സംഘത്തിന് പോകണമെങ്കിൽ 2007 മുതൽ 78 മുതൽ 2007 വരെ ഐക്യരാഷ്ട്രസഭയിൽ ജോലി ചെയ്ത ആളാണ് ഇദ്ദേഹം. അത്രയും രാഷ്ട്രങ്ങളുമായി ബന്ധമുണ്ടാകും. വിദേശകാര്യ സഹമന്ത്രിയായിട്ട് ജോലി ചെയ്ത ആളാണ് അദ്ദേഹം. അപ്പൊ ഈ ബന്ധങ്ങളെ പ്രയോജനപ്പെടുത്താൻ കൂടിയല്ലേ രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ ആലോചിക്കുക. അത് ഓക്കെ, പക്ഷേ കോൺഗ്രസിന് എന്താണ്? കോൺഗ്രസിന്റെ അഭിപ്രായമല്ല ഇദ്ദേഹത്തിനുള്ളത്. പാർട്ടി എന്നുള്ളതിനപ്പുറത്തുള്ള ഒരു വിശാലമായ താല്പര്യം ഈ വിഷയത്തിൽ കോൺഗ്രസും കാണിക്കണ്ടേ എന്നുള്ളതാണ് എന്റെ സംശയം. കാരണം വിശാല താല്പര്യം കാണിക്കുന്ന ഒരേ ഒരു നേതാവല്ല ശശി തരൂർ, അവർക്ക് വേറെ നേതാക്കന്മാരുണ്ട്. ഇദ്ദേഹത്തിന്റെ പരിചയ സമ്പന്നത ഈ നിലയ്ക്ക് ആദ്യം വിലയിരുത്തുന്ന ഇദ്ദേഹത്തിന്റെ പരിചയ സമ്പന്നത ആയിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ അങ്ങനെ പോയി ശശി തരൂർ. പക്ഷെ ഇപ്പൊ അടിയന്തരമായി ഇപ്പോഴത്തെ സാഹചര്യമല്ല, അദ്ദേഹത്തിന്റെ പരിചയ സമ്പന്നത വേണം എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അവരുദ്ദേശിച്ചത്. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി വിദേശകാര്യ നയതന്ത്ര വിഷയങ്ങളിൽ വർഷങ്ങളുടെ പരിചയവും അറിവും ഉള്ള വ്യക്തിയാണ് ശശി തരൂർ. എതിർപക്ഷം വരെയും അംഗീകരിക്കുന്നതാണ് തരൂരിന്റെ വിശ്വപൗരൻ എന്ന ഇമേജ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്. രാഷ്ട്ര താല്പര്യത്തിനാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന തരൂരിൻ്റെ വാദം സകലരും അംഗീകരിക്കും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസിൻ്റെയും പ്രഥമ പരിഗണന രാഷ്ട്രമല്ലെന്നാരും പറയില്ല. പിന്നെ എവിടെയാണ് തർക്കം? ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ചട്ടക്കൂടിന് പ്രാധാന്യമുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ നയത്തിനും അത് സ്വീകരിക്കുന്ന നിലപാടുകൾക്കും പ്രാധാന്യമുണ്ടാകണം. പാർട്ടിയുടെ നിലപാടിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം പറയേണ്ടത് പാർട്ടിക്കുള്ളിലാണ്. BJP-ക്കെതിരായി സ്വന്തം പാർട്ടി ഉയർത്തുന്ന വാദങ്ങളെയും ആരോപണങ്ങളെയും പൂർണ്ണമായി പൊളിക്കും വിധമുള്ള നിലപാടുകളിൽ തുടരുന്നത് കോൺഗ്രസിൽ തുടരുന്നിടത്തോളം തരൂരിന് ഗുണം ചെയ്യില്ല. കോൺഗ്രസിന് അത് തീരെയും ഗുണം ചെയ്യില്ല. ഒറ്റയടിക്ക് തരൂരിനെതിരെ നടപടിയെടുക്കുന്നത് മോശം വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുമെന്ന് കോൺഗ്രസിനറിയാം. തരൂരിനെ പോലെ ഒരാൾ കോൺഗ്രസിൽ നിലനിൽക്കുന്നത് തന്നെയാവും മതേതര ചേരിക്കും താല്പര്യം. പരസ്പരം ഉൾക്കൊള്ളാൻ കോൺഗ്രസിനും ശശി തരൂരിനും തുടർന്നുമാകട്ടെ എന്ന് മാത്രം RDX ആശംസിക്കുന്നു. ഇന്നത്തെ RDX ഇവിടെ പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.